എഡ്മണ്ട് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ വീടിന് മുകളിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ ആകാശത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചത്. മറ്റു ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അന്നത്തെ ആകാശം വളരെ തെളിഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് നക്ഷത്രങ്ങൾ, തിളക്കം കൂടിയതും കുറഞ്ഞതുമായവ ദൃശ്യമായിരുന്നു. ആ സമയത്താണ് എഡ്മണ്ടിൻ്റെ മനസ്സിൽ ഒരു സംശയം ഉദിച്ചത്. എങ്ങനെയാണ് ഇത്രയും അകലത്തിലുള്ള നക്ഷത്രങ്ങൾ നമുക്ക് നഗ്നനേത്രങ്ങൾ ഉപയോഗിച്ച് കാണാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഒരു നക്ഷത്രം ജനിക്കുന്നത്? എന്തായിരിക്കും ഒരു നക്ഷത്രത്തിൻ്റെ അവസാനം? ഇന്നത്തെ വീഡിയോയിലൂടെ എഡ്മണ്ടിൻ്റെ ഈ ഒരു സംശയം നമുക്ക് പരിഹരിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യമായി പറയുന്നത് നമ്മുടെ സ്വന്തം സൂര്യനെ കുറിച്ചാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും സൂര്യന് കൂടി ബാധകമാണെന്ന് നിങ്ങൾ മനസ്സിലോർത്തേക്കണം. മില്യൺ കണക്കിന് നക്ഷത്രങ്ങളാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ളത്. അവയോരോന്നിനും അവയുടേതായ വലിപ്പമുണ്ടാകും, അവയുടേതായ ആകൃതിയും മാസവുമൊക്കെ ഉണ്ടായിരിക്കും. UY സ്കൂട്ടി എന്ന നക്ഷത്രമാണ് ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലുത്. ഏതാണ്ട് 5 ബില്യൺ സൂര്യനെ നമുക്ക് ഇതിനകത്ത് നിറയ്ക്കാൻ സാധിക്കും. അപ്പോൾ തന്നെ നമ്മുടെ സൂര്യൻ എത്രത്തോളം ചെറുതാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഓരോ നക്ഷത്രങ്ങൾക്കും അവയുടേതായ സവിശേഷതകളുണ്ട്. ഒരു നക്ഷത്രത്തിൻ്റെ മാസ് നിർണ്ണയിക്കുന്നത് അവ എത്രത്തോളം തിളങ്ങുന്നുണ്ടെന്നും കൂടാതെ ഇവ എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ്. ഇതുകൂടാതെ ഒരു നക്ഷത്രത്തിൻ്റെ ആയുസ് കണക്കാക്കുന്നതും പല പല ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വലിയ മാസുള്ള നക്ഷത്രങ്ങൾ അവസാനം ഒരു ബ്ലാക്ക് ഹോളോ അല്ലെങ്കിൽ ഒരു സൂപ്പർനോവയോ ആയി തീരുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മളുടെ സൂര്യനെ പോലെയുള്ള ആവറേജ് സൈസ്ഡ് നക്ഷത്രങ്ങൾ അവസാനം വൈറ്റ് ഡ്വാർഫ് അല്ലെങ്കിൽ വെളുത്ത കുള്ളന്മാരായാണ് തീരുന്നത്. നമ്മുടെ സൂര്യന് ഇനി ഏതാണ്ട് ഒരു 5 ബില്യൺ വർഷം കൂടി മാത്രമാണ് ആയുസുള്ളത്. അന്ന് നമ്മുടെ ഭൂമി തന്നെ ഉണ്ടാകുമോ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇനി നമ്മൾ ഈ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവയൊക്കെ ചിലപ്പോൾ നേരത്തെ തന്നെ മരണപ്പെട്ടവയായിരിക്കാം. പക്ഷേ ഈ നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം മില്യൺ കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ഭൂമിയും ഈ നക്ഷത്രവും തമ്മിലുള്ള അകലം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അകലെയാണെന്ന് ഒന്ന് മനസ്സിലാക്കണം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഈ നക്ഷത്രങ്ങൾക്കെല്ലാം വിവിധ വലിപ്പവും ആകൃതിയും ഒക്കെ ആണെങ്കിലും ഇവ ജനനം മുതൽ മരണം വരെ കടന്നു പോകുന്നത് ഒരേ സൈക്കിളിലൂടെ തന്നെയാണ്. അതായത് ഒരു വാതക മേഘത്തിൽ തുടങ്ങി ഒരു നക്ഷത്രത്തിൻ്റെ അവശിഷ്ടമായി മാറുന്നതുവരെ 7 ഘട്ടങ്ങളിലൂടെയാണ് ഈ നക്ഷത്രങ്ങൾ കടന്നു പോകുന്നത്. ഇനി ആ 7 ഘട്ടങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്പർ 1, മോളിക്യുലാർ ക്ലൗഡ് അഥവാ തന്മാത്രാ മേഘം. ഒരു നക്ഷത്രത്തിൻ്റെ ജനനം ആരംഭിക്കുന്നത് ഭീമാകാരനായ വാതക മേഘത്തിൽ നിന്നാണ്. ഇവിടുത്തെ തന്മാത്രകളെ ഒത്തുകൊണ്ടുവരുന്നതിന് ഒരു മിതമായ താപനില അത്യാവശ്യമാണ്. സ്റ്റെല്ലർ നഴ്സറി എന്നറിയപ്പെടുന്ന ഈ മേഘത്തിനകത്താണ് ഓരോ നക്ഷത്രവും ജനനം കൊള്ളുന്നത്. ഓറിയോൺ സിസ്റ്റത്തിലെ ഓറിയോൺ ക്ലൗഡ് ഇത്തരമൊരു സ്റ്റേജിനുള്ള ഉദാഹരണമാണ്. നമ്പർ 2, പ്രോട്ടോൺ സ്റ്റാർ. നേരത്തെ രൂപം കൊണ്ട ഭീമൻ തന്മാത്രാ മേഘത്തിലെ വാതക കണികകൾ പരസ്പരം കൂടിച്ചേരാൻ ആരംഭിക്കുന്നു. ഇതിന്റെ ഫലമായി ചൂടേറിയ ഒരു കൂട്ടം തന്മാത്രകളായി ഇവ മാറുന്നു. ഇതിനെയാണ് പ്രോട്ടോൺ സ്റ്റാർ എന്ന് പറയുന്നത്. ഈ പ്രോട്ടോൺ നക്ഷത്രത്തിന് അതിന്റെ പാരന്റ്സ് ആയിട്ടുള്ള മോളിക്യുലാർ ക്ലൗഡിൽ നിന്നും മാസ് ശേഖരിക്കാൻ കഴിയും. നക്ഷത്രങ്ങളുടെ പരിണാമഘട്ടത്തിലെ ആദ്യ സ്റ്റേജായി കണക്കാക്കുന്നത് ഈ പ്രോട്ടോൺ സ്റ്റാർ ആകുമ്പോഴാണ്. ഈ സമയത്തെ ഇവയുടെ മാസ് നമ്മുടെ സൂര്യന് തുല്യമോ അല്ലെങ്കിൽ കുറവോ ആയിരിക്കും. 5 ലക്ഷം വർഷം ഇവ ഇതേ അവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്നു. നമ്പർ 3, ടി ടൗറി ഫേസ്. നേരത്തെയുള്ള ഘട്ടത്തിലേക്ക് മെറ്റീരിയൽസും കണികകളുമൊക്കെ വീട് കഴിഞ്ഞതിന് ശേഷമാണ് നക്ഷത്രത്തിന്റെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നത്. ടി ടൗറി എന്ന ഈ ഘട്ടത്തിൽ വൻതോതിലുള്ള ഊർജം പുറപ്പെടുവിക്കുന്നു. എങ്കിലും ടൗറി സ്റ്റാറിന്റെ ഉൾക്കാമ്പിൽ ഒരിക്കലും ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രതിഭാസം നടത്താൻ ആവശ്യമായ താപനില ഉണ്ടാകുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് നക്ഷത്രങ്ങളിൽ നിന്ന് ഊർജം പുറത്തു വരുന്നതും തിളങ്ങുന്നതുമൊക്കെ. 100 മില്യൺ വർഷമാണ് ടി ടൗറി സ്റ്റാർ നിലനിൽക്കുന്നത്. നമ്പർ 4, മെയിൻ സീക്വൻസ്. മെയിൻ സീക്വൻസ് എന്നത് ഒരു ആസ്ട്രോണോമിക്കൽ ടേം ആണ്. അതായത് ഈ ഒരു ഘട്ടത്തിലാണ് നക്ഷത്രങ്ങളിലെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് നടക്കുന്നത്. മെയിൻ സീക്വൻസ് താപനില ഫ്യൂഷൻ പ്രക്രിയ ആരംഭിക്കാൻ തക്കവണ്ണമുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ സമയത്ത് ഹൈഡ്രജനിലെ പ്രോട്ടോണുകൾ ഹീലിയമായി മാറുന്നു.
ഈ ഒരു റിയാക്ഷനിൽ അനിയന്ത്രിതമായ താപമാണ് പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ മെയിൻ സീക്വൻസ് സ്റ്റേജിലെ നക്ഷത്രങ്ങൾക്ക് അവയുടെ ഉൾക്കാമ്പിൽ വലിയ തോതിലുള്ള താപം പ്രവഹിക്കാനുള്ള ശേഷി ലഭിക്കുന്നു. നമ്മുടെ സൂര്യൻ ഇപ്പോൾ ഈ സ്റ്റേജിന്റെ മധ്യഭാഗത്തു കൂടിയാണ് കടന്നു പോകുന്നത്. നമ്പർ 5, റെഡ് ജയന്റ്. ചുവന്ന ഭീമൻ എന്ന ഈ ഒരു അവസ്ഥയിൽ ഹൈഡ്രജൻ ആറ്റങ്ങളെ ഹീലിയമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജന് പുറത്തേക്ക് പ്രവഹിക്കാനുള്ള ഒരു പ്രവണതയുണ്ടാകുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നക്ഷത്രത്തിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിന്നുപോകും. ഒരു നക്ഷത്രത്തിന്റെ ഉൾക്കാമ്പിൽ യാതൊരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എങ്കിൽ ഗ്രാവിറ്റിയുടെ ഫലമായി നക്ഷത്രത്തിന്റെ ഉൾക്കാമ്പ് അകത്തേക്ക് ചുരുങ്ങാൻ ആരംഭിക്കുന്നു. അത് നക്ഷത്രം വികസിച്ച് ഒരു ഭീമൻ ഉപനക്ഷത്രവും പിന്നീട് ചുവന്ന ഭീമനായി മാറുന്നതിനും കാരണമാകുന്നു. മെയിൻ സീക്വൻസ് സ്റ്റാറിനെ അപേക്ഷിച്ച് തണുത്ത പ്രതലമായിരിക്കും റെഡ് ജയന്റിന്റേത്. ഈ ഒരു കാരണത്താൽ മഞ്ഞ നിറത്തിൽ നിന്നും ചുവപ്പ് നിറത്തിലേക്ക് നക്ഷത്രം മാറപ്പെടുന്നു. അപ്പോൾ റെഡ് ജയന്റ് എന്ന് പറയുന്നത് ഒരു നക്ഷത്രം മരിക്കാൻ ആരംഭിക്കുന്നതിന്റെ തുടക്കമാണ്. നമ്പർ 6, ഫ്യൂഷൻ ഓഫ് ഹെവിയർ എലിമെന്റ്സ്. ഈ ഘട്ടത്തിൽ നക്ഷത്രം വികസിക്കുന്നതിന്റെ ഫലമായി ഉൾക്കാമ്പിലെ ഹീലിയം തന്മാത്രകൾ ഉരുകാൻ ആരംഭിക്കുന്നു. ഈ പ്രവർത്തനത്തിന്റെ ഫലമായി നക്ഷത്രത്തിന്റെ ഉൾക്കാമ്പ് തകരുന്നത് തടയപ്പെടുന്നു. ഹീലിയം ഫ്യൂഷൻ തീരുമ്പോൾ കാർബൺ ഉരുകാൻ ആരംഭിക്കുന്നു. ഈ സമയത്ത് ഉൾക്കാമ്പ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഈ ഒരു പ്രക്രിയ ഇവിടെ ഇരുമ്പ് രൂപം കൊള്ളുന്നതുവരെ തുടരുന്നു. ഇനി ഇരുമ്പ് ഉരുകാൻ തുടങ്ങുമ്പോൾ നക്ഷത്രത്തിന്റെ ഉൾക്കാമ്പ് തകർന്നു തുടങ്ങുന്നു. ഈയൊരു സ്ഫോടനം വലിയ മാസുള്ള നക്ഷത്രങ്ങളെ സൂപ്പർനോവകളും ചെറിയ നക്ഷത്രങ്ങളെ വെള്ളക്കുള്ളന്മാരുമാക്കി മാറ്റുന്നു. നമ്പർ 7, സൂപ്പർനോവാസ് ആൻഡ് പ്ലാനറ്ററി നെബുല. ഒരു നക്ഷത്രത്തിന്റെ ജീവിതചക്രത്തിലെ ഏറ്റവും അവസാന ഘട്ടമാണിത്. ഈ ഘട്ടത്തിൽ ഒരു നക്ഷത്രത്തിന്റെ ഭൂരിഭാഗവും സ്പേസിലേക്ക് തള്ളപ്പെടുന്നു. പക്ഷേ അതിന്റെ ഉൾക്കാമ്പ് ഒരു ന്യൂട്രോൺ സ്റ്റാറോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹോളോ ആയിത്തീരുന്നു. സൂര്യനെ പോലെയുള്ള മാസ് കുറഞ്ഞ നക്ഷത്രങ്ങൾ ഒരിക്കലും പൊട്ടിത്തെറിക്കില്ല. അവ വൈറ്റ് ഡ്വാർഫായി തന്നെ നിലകൊള്ളുന്നു. എന്നാൽ അവയുടെ പുറമേയുള്ള മെറ്റീരിയൽസും എല്ലാം തെറിച്ചു പോകുന്നു. അവസാനം നമ്മുടെ സൂര്യനേക്കാൾ കനം കുറഞ്ഞ, ജ്വലിക്കാൻ ആവശ്യത്തിന് മാസില്ലാത്ത അവസ്ഥയിലാകുന്നു. ഇക്കൂട്ടരെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ട്രില്യൺ കണക്കിന് നക്ഷത്രങ്ങളാണ് ഈ ഒരു പ്രപഞ്ചത്തിലുള്ളത്. എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ സൂര്യനെ കുറിച്ച് കൂടി 2 വാക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സൗരയൂഥത്തിന്റെ കേന്ദ്രഭാഗത്ത് കഴിഞ്ഞ 450 കോടി വർഷങ്ങളായി കത്തി ജ്വലിച്ചു നിൽക്കുന്ന ഒരു മഞ്ഞ കുള്ളനാണ് സൂര്യൻ എന്നത്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലം 150 ദശലക്ഷം കിലോമീറ്റർ ആണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ വസ്തു സൂര്യനാണ്. ഏതാണ്ട് 1.4 മില്യൺ കിലോമീറ്റർ വ്യാസം ഇതിനുണ്ട്. ഈ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം മുതൽ ഏറ്റവും ചെറിയ വസ്തുവിനെ വരെ പിടിച്ചു നിർത്തുന്നത് സൂര്യന്റെ ഗുരുത്വാകർഷണ ബലമാണ്. സൂര്യന്റെ ഒത്ത നടുക്കാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ളത്. 15 മില്യൺ ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവിടുത്തെ ഹയസ്റ്റ് ടെമ്പറേച്ചർ എന്നത്. സൂര്യന്റെ പ്രതലം എന്നറിയപ്പെടുന്ന ഫോട്ടോസ്ഫിയർ ഇതിനെ അപേക്ഷിച്ച് വളരെ തണുത്തതാണ്. 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ താപനില. സൂര്യനെ സംബന്ധിച്ചുള്ള ഒരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ കൊറോണ എന്ന് പറയുന്ന സൂര്യന്റെ ബാഹ്യ അന്തരീക്ഷം ഇതിന്റെ പ്രതലത്തിൽ നിന്ന് വളരെയധികം അകലെയാണുള്ളത്. എങ്കിലും ഇവിടുത്തെ കൂടിയ താപനില എന്നത് 2 മില്യൺ ഡിഗ്രി സെൽഷ്യസ് വരെ പോകാറുണ്ട്. അപ്പോൾ ഇതാണ് ഒരു നക്ഷത്രത്തിൻ്റെ ജീവിത കഥ എന്ന് പറയുന്നത്. ഈ വീഡിയോയിലൂടെ എഡ്മണ്ടിൻ്റെയും നിങ്ങളുടെയും ഒക്കെ സംശയം തീർന്നു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.